സഞ്ജു, നീ എന്താ ആലോചിക്കുന്നത്? അഭി, നിനക്കും ലക്ഷ്മിക്കുമിടയിൽ ഒരു തുറന്നു പറച്ചിൽ അനിവാര്യമാണ്. എന്തു തുറന്നു പറച്ചിൽ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ എന്തെങ്കിലും അവൾ നിന്ന് തന്നിട്ടുണ്ടോ? അങ്ങനെയല്ല അഭി, നീ ലക്ഷ്മിയോട് നിന്റെ സ്നേഹം പ്രകടിപ്പിച്ച രീതി തന്നെ തെറ്റായിരുന്നു. എന്തു തെറ്റ്? അത് അഭി, ആദ്യം മുതൽ തന്നെ നീ ഒരു കല്ലുകടിയായി അവളുടെ മനസ്സിലുണ്ട്. ഞാൻ എന്ത് തെറ്റു ചെയ്തു? എൻ്റെ മനസ്സിലെ ഇഷ്ടം അവളെ അറിയിക്കാൻ ഞാൻ ക്യാബിനിൽ വിളിച്ചു. ലക്ഷ്മി, ഞാൻ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും ഒരടിയായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. പെണ്ണെന്ന് വെച്ച ആണിനെ കൂട്ടുകിടക്കുന്നവനാണെന്നും നിന്നെ പോലുള്ളവർ വിചാരിച്ചു വെക്കുന്നത് എൻ്റെ ജീവനേക്കാൾ വലുത് മാനമെന്നൊക്കെ. ആദ്യമായി എൻ്റെ മുഖത്തൊരു പെണ്ണടിച്ച ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത് ഞാനെന്ന പുരുഷനെ ലക്ഷ്മി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കുന്ന ഒരു ദിവസത്തിനാണ്. അവൾക്കത് കഴിയുന്നില്ല എങ്കിൽ അതിനും എനിക്ക് പരാതിയില്ല. അവളിൽ തീരുമെൻ്റെ ഈ ജന്മം. സ്നേഹവും മോഹവും ഒരാണിനും എന്തൊക്കെ വികാരമുണ്ടോ അതെല്ലാം. അതിനെത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കൺവെട്ടത്തെങ്കിലും ലക്ഷ്മി ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും സഞ്ജു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ സഞ്ജു കാണാതിരിക്കാൻ അഭി തിരിഞ്ഞു നിന്നു. അഭി ഇങ്ങോട്ട് നോക്കി. നീ എത്ര മറച്ചു പിടിച്ചാലും ആ കണ്ണൊന്ന് നിറഞ്ഞ, ആ ഹൃദയം ഒന്ന് പിടഞ്ഞ മറ്റാരെക്കാളും എനിക്കറിയാം എങ്ങനെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നു അഭി. എനിക്കറിയില്ല സഞ്ജു. കുറച്ച് മാസങ്ങളായി ഞാനും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എത്ര ദേഷ്യം വന്നാലും ആ മുഖം മനസ്സിലോർക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു കുളിർമയുണ്ടല്ലോ. എങ്ങനെ നിനക്ക് പറഞ്ഞു തരിക? എല്ലാം ശരിയാവും അഭി. ആദ്യം നീ നിന്റെ മനസ്സ് തുറക്ക്. നിന്നെ ലക്ഷ്മിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രാഹുൽ എന്ന ചെന്നായിയുടെ മുഖം വലിച്ചു കീറാൻ സാധിക്കും. നിന്നെ ലക്ഷ്മി ശത്രുവായി കാണും തോറും രാഹുൽ അവളുടെ മുന്നിൽ മാന്യനാണ്. ഞാൻ ശ്രമിക്കാം സഞ്ജു. അപ്പം ഞാൻ പോട്ടെ, നാളെ വൈകിട്ട് വരാം. നാളെ തൊട്ട് ഓഫീസിൽ ചെല്ലണമെന്ന പിതാശ്രീയുടെ ഓർഡർ. നിന്നെ MD ആക്കിയാലേ നീ ഓഫീസിൻ്റെ പടി ചവിട്ടൂ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നടക്കില്ല അഭി. ഇനിയും ചെന്നില്ല എങ്കിൽ പണി കിട്ടും. ഇന്നലെ തീർത്തു പറഞ്ഞു, ഒന്നില്ല സ്വന്തം ഓഫീസ്, അല്ല വേറെ എവിടെയെങ്കിലും ജോലി നോക്കാൻ. ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനാണ്. നിന്റെ മുടിഞ്ഞൊരു ബിസിനസ്സും നീ ഇങ്ങനെ കത്തിക്കയറി നിൽക്കുവല്ലേ അഭി. അഭി ഇങ്ങനെ ആ ഒരു സമയത്ത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. നീ അങ്കിളിനോട് പറ, ഞാനെന്ന മനുഷ്യൻ ബിസിനസ്സിൽ മാത്രം വിജയിക്കുന്നുള്ളൂ, ജീവിതത്തിൽ വൻ പരാജയമാണെന്ന്. അങ്ങനെ നോക്കിയാ നീ ആ ഭാഗ്യവാൻ. നിന്നെ ഒന്ന് വിളിച്ചു കിട്ടിയില്ല എങ്കിൽ ആമി തകർന്നു പോകും. പക്ഷേ ലക്ഷ്മി എൻ്റെ മരണം വരെ ആഗ്രഹിക്കുന്നു. മതി പറഞ്ഞു, ഇനി കാട് കയറണ്ട. ആമിയോട് പറഞ്ഞേക്ക് ഞാൻ പോയിന്ന്. അവളെ കാണാൻ ചെന്ന ലക്ഷ്മി റൂമിലില്ലേ? ലക്ഷ്മിക്ക് അതൊരു ബുദ്ധിമുട്ടാകും. വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി സഞ്ജു, കുറച്ച് പണി എനിക്കുണ്ട്, ഞാൻ വിളിക്കാം. സഞ്ജു പോയതും അഭി തൻ്റെ നെഞ്ചിൽ കൈവച്ചു. ഇത്തിരി സമയത്താണെങ്കിലും ലക്ഷ്മി തന്നിൽ ചേർന്ന് നിന്നല്ലോ എന്ന് സന്തോഷമായിരുന്നു ആ മുഖത്ത്. മോളെ, രാജു വിളിച്ചത് കേട്ട് ലക്ഷ്മി ബെഡിൽ നിന്ന് എണീറ്റു. മോള് പേടിച്ചു പോയോ? അതമ്മേ, കുറച്ചു മുന്നേ അഭിറാം ഒരു തരം വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. മോളെ, മനുഷ്യരങ്ങനെയാണ്. ഒത്തിരി ഇഷ്ടമുള്ളത് നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവരുടെ മനസ്സ് കൈവിട്ടു പോകും. ചിലർ ആ അവസ്ഥ അതിജീവിക്കും. മറ്റു ചിലർ മോള് കുറച്ചു മുന്നേ കണ്ട പോലെ തകർന്നിരിക്കും. അവളുടെ കഴുത്തിൽ കിടന്ന താലിച്ചരടിൽ അവർ മൃദുലമായി വിരലോടിച്ചു. അതിൽ പറ്റിപ്പിടിച്ച തൻ്റെ മകൻ്റെ ശരീരത്തിലെ ചോര കണ്ട് അവർ അറിയാതെ കണ്ണു നിറഞ്ഞു. അവരുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ ലക്ഷ്മി അവരെ ദയനീയമായി നോക്കി. ഏതൊരമ്മയ്ക്കും സഹിക്കാവുന്ന കാര്യമല്ല സ്വന്തം മക്കളുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നത്. മോളിത്തിരി കൂടി അഭിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം മോൾക്ക് തോന്നും സ്വന്തം മകൻ ചെയ്ത തെറ്റ് ഞാൻ ന്യായീകരിക്കാൻ നോക്കുന്നുവാണെന്ന്. ഒരിക്കലുമില്ല. എനിക്കറിയാം എൻ്റെ മോൻ എന്ത് ചെയ്തെങ്കിലും അതിൻ്റെ പുറകിൽ കൃത്യമായ കാരണം കാണും. ഇപ്പം നിൻ്റെ മനസ്സിലുള്ള വലിയ ശരിയുണ്ടല്ലോ, അത് തെറ്റായിരുന്നു എന്ന് കാലം തെളിയിക്കും. അപ്പം മോൾക്ക് മനസ്സിലാവും അഭിറാമായിരുന്നു ശരിയെന്ന്. കണ്ണു തുളച്ച് തൻ്റെ മുന്നിൽ നിന്ന് പോയ അവരെ കണ്ട് അവൾക്ക് നെഞ്ചു നീറി. അഭിറാം മനസ്സിലാകുന്നില്ല. ആ മനസ്സൊരിക്കൽ പോലും താൻ അഭിറാം പറയുന്നത് കേൾക്കാൻ നിന്ന് കൊടുത്തിട്ടില്ല. കുറച്ചു മുന്നേ താൻ കണ്ടത് ഇതുവരെ പരിചയമില്ലാത്ത അഭിറാമിനെയാണ്.
ലക്ഷ്മി മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് എന്തോ ആലോചനയിലിരിക്കുന്ന അബിയെയാണ്. അഭിറാം. അവളുടെ വിളിയിൽ അവൻ ഉണർന്നു. എന്താ ലക്ഷ്മി, കൈ വേദനയുണ്ടോ? വേദനയില്ലാതിരിക്കാൻ നീ എപ്പോഴും പറയുന്ന പോലെ ഒരു മൃഗമല്ല ഞാൻ. അതിന് മറുപടി കൊടുക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. ലക്ഷ്മി, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. പോവാൻ സമ്മതമെന്ന മട്ടിൽ അവൾ തൻ്റെ തലകുലുക്കി. ഒരുങ്ങി വരുന്ന ലക്ഷ്മിയെ കണ്ട ആമി അങ്ങോട്ട് വന്നു. ചേച്ചി, ഈ ബ്ലൂ കളർ സാരിയിൽ പൊളിച്ചൂട്ടോ. എങ്ങോട്ടാ അഭിയേട്ട പോണത്? ബീച്ചിൽ. നീ വരുന്നോ? സഞ്ജുവേട്ടൻ വരുന്നുണ്ടോ? ഇല്ല. എന്തേ? എനിക്ക് പഠിക്കാനുണ്ട്. അപ്പം ശരി, പോയിട്ട് വാ. ചേച്ചി, ടാറ്റ. കാറിൻ്റെ അടുത്തെത്തിയതും അഭി ലക്ഷ്മിക്ക് പുറകിലെ ഡോറ് തുറന്നു കൊടുത്തു. വേണ്ട അഭിറാം, ഞാൻ മുന്നിലിരിക്കാം. കാറിലിരുന്നപ്പോൾ ലക്ഷ്മിയുടെ ചിന്ത അഭിയിലായിരുന്നു. എന്താണ് അഭിറാം വിളിച്ച ഉടൻ തനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റാഞ്ഞത്? തൻ്റെ മനസ്സെന്തൊക്കെയോ അവനോട് ചോദിക്കാൻ പറയുന്നു. എന്താണ് തനിക്ക് പറ്റിയത്? ഓരോ ആലോചനയിൽ ബീച്ചെത്തിയത് അവൾ അറിഞ്ഞില്ല. ലക്ഷ്മി. അഭിയുടെ വിളിയിൽ അവൾ ചിന്തയിൽ നിന്നുണർന്നു. എന്താ അഭിറാം? ലക്ഷ്മി, ഇവിടെ ഇറങ്ങി നിൽക്ക്, ഞാൻ കാർ പാർക്കിങ്ങിലിട്ട് വരാം. ലക്ഷ്മി കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിനെ നോക്കി. ഏറ്റവും മനോഹരമായ കാഴ്ച, തനിക്ക് ഏറ്റവും വരാൻ ഇഷ്ടമുള്ളത് ഇവിടെയാണ്. പറഞ്ഞില്ല എങ്കിൽ പോലും അഭിറാം അത് മനസ്സിലാക്കി. ഇനി തന്നെ പോലെ അയാൾക്കും ഇഷ്ടം ഇവിടെയാവും. നോക്കടാ, ആ നീല സാരി ഉടുത്ത കുട്ടിയെ. എന്താ മുടിയല്ലേ! പുറകിൽ നിന്ന് നോക്കിയിട്ട് പൊള്ളിച്ചു. ഇനി ഫ്രണ്ട് എങ്ങനെയാണോ? ദേഷ്യത്തിൽ ലക്ഷ്മി തിരിഞ്ഞു നോക്കി. 4-5 പേര് ചേർന്ന് അവളെ കമൻ്റ് അടിക്കുന്ന കേട്ട് അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. ഈശ്വര, ഫ്രണ്ട് കാണാൻ കൊതിച്ചപ്പോൾ തന്നെ തിരിഞ്ഞു നിന്നു. ദർശനം തന്നു. എന്താ ഭംഗി! ഇനി മേക്കപ്പാണോ? അവളുടെ തൊട്ടടുത്ത് വന്ന് പറഞ്ഞ് അവരെ കണ്ട് വന്ന് ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു അവൾ. കല്യാണം കഴിഞ്ഞതാ. മറ്റൊരാളുടെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് തെറ്റാണ്. എങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ മുന്നിൽ വന്നാൽ എന്താ ചെയ്യുക? തനിക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? സ്വയം നിയന്ത്രിച്ച ലക്ഷ്മി അവരോട് ചോദിച്ചു. അമ്മയും പെങ്ങളും ഉണ്ട്. ഇല്ലാത്തതൊരു ഭാര്യയാണ്. എന്താ, ആ കുറവിലേക്ക് നീ വരുന്നു? പറഞ്ഞു തീർന്നതും ലക്ഷ്മിയുടെ കൈ അവൻ്റെ കവിളത്ത് പതിഞ്ഞു. അത് കണ്ടാണ് അഭി അങ്ങോട്ട് വന്നത്. എന്താ ലക്ഷ്മി, നീ എന്തിനാ അയാളെ അടിച്ചത്? അഭിറാം, അയാൾക്കൊരു സംശയം. എന്ത്? ഞാൻ ഫുൾ പുട്ടിയാണോ എന്ന്. പിന്നെ ഒരു പോസ്റ്റും തന്നു, അവൻ്റെ ഭാര്യ. അതിനാ നീ അവനെ അടിച്ചേ? അവനൊരു സംശയം തോന്നി, അവനത് ചോദിച്ചു. അതങ്ങ് തീർത്തു കൊടുത്താൽ പോരെ? അവൻ്റെ മുന്നിലേക്ക് ലക്ഷ്മിയെ നീക്കി നിർത്തിക്കൊണ്ട് അഭി പറഞ്ഞു. പുട്ടിയാണോ എന്ന് നീ ശരിക്കും നോക്കിക്കോ. ഒരു കൈ അകലത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയെയും അവളുടെ പുറകിൽ നിൽക്കുന്ന അഭിയെയും മാറി മാറി അയാൾ നോക്കി. സഹോദര, ഈ നിൽക്കുന്ന ആള് പുട്ടിയാണോ എന്ന് വേഗം നോക്കൂ. രാത്രിക്ക് മുന്നേ വീട്ടിൽ കയറേണ്ടതാ. തന്നെ നോക്കി നിൽക്കുന്ന അഭിയെ കണ്ടപ്പോൾ തന്നെ അയാളുടെ നല്ല ജീവൻ പോയി. അഭി മുന്നോട്ട് ചെന്നതും പേടിച്ച് പുള്ളി പുറകോട്ട് നീങ്ങി. അഭി അടുത്ത് ചെന്ന് കൈ പിടിച്ചു തിരിച്ച് അയാളുടെ പുറകിൽ കൂട്ടിപ്പിടിച്ചു. ഇനി ഒരു തവണ കൂടി നീ അവളെ നോക്കിയാലുണ്ടല്ലോ, നിന്റെ കണ്ണ് ഞാൻ പിഴുതെടുക്കും. നിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. നിനക്ക് കിട്ടേണ്ടത് അവൾ തന്നെ തന്നല്ലോ. ആ പിടുത്തത്തിൽ അയാൾക്ക് നന്നായി വേദന തുടങ്ങിയിരുന്നു. ലക്ഷ്മി തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കി. അവരെല്ലാം തന്നെയും അഭിയെയുമാണ് നോക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ച് കോളേജ് സ്റ്റുഡൻസ് അഭിയെ നോക്കി എന്തൊക്കെയോ പറയുന്നു. അഭി അയാളുടെ കൈവിട്ടതും പുള്ളി ഓടി രക്ഷപ്പെട്ടു. കോളേജ് സ്റ്റുഡൻസ് നടന്ന് അവരുടെ അടുത്ത് വന്നു. താങ്ക്സ് ഉണ്ട് ബ്രോ, ഇവരെ കൊണ്ട് എന്ത് ശല്യമായിരുന്നു എന്നോ. അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല, വായി നോക്കികൾ. ഇനി കുറച്ചു നാൾ കുഴപ്പം കാണില്ല. ചേച്ചി ലക്കിയാണ്. ചേച്ചിയെ പറഞ്ഞ ഉടൻ ബ്രോ പ്രതികരിച്ചില്ലേ? ഇങ്ങനെ ഒരു ഭർത്താവുണ്ടെങ്കിൽ എവിടെയും തലകുനിയില്ല. ലക്ഷ്മി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി, നമുക്കെങ്കിൽ തിരിച്ചു പോവാം. തൻ്റെ മൂഡ് മുഴുവൻ പോയി എന്ന് തോന്നുന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അഭിലക്ഷ്മിയെ സൂക്ഷിച്ചു നോക്കി. ദേഷ്യത്തിലാണ് ഇരിപ്പ്. ഇടയ്ക്കെന്തൊക്കെയോ പറയുന്നുണ്ട്. ലക്ഷ്മി. അഭിയുടെ വിളിയിൽ അവൾ ഞെട്ടിയണീറ്റു. എന്താ അഭിറാം, നീ എന്താ ഈ ഒറ്റയ്ക്ക് പറയുന്നത്? അത് ഞാൻ അവരെ പറ്റി. അത് കഴിഞ്ഞില്ലേ? നീ അയാളെ തല്ലുകയും ചെയ്തു. അതുപോട്ടെ, നീ എന്തോ ഒരാളെന്തേലും പറഞ്ഞാൽ ഉടനെ തല്ലുന്നത്? അത് ഞാൻ. അവൾ എന്തോ പറയാൻ നന്നായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവന് തോന്നി. ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, തനിക്ക് അച്ഛനെ കാണണോ? എന്തോ സമ്മാനം കിട്ടിയ കൊച്ചു കുഞ്ഞിനെ പോലെ ലക്ഷ്മി അവനെ നോക്കി. ആ മുഖം കണ്ടപ്പോൾ അതവൾ ആഗ്രഹിച്ചു എന്നവന് തോന്നി. ലക്ഷ്മി, അച്ഛനെ എവിടെയാ ട്രീറ്റ്മെൻറ്റ്?
അത് ഒരിടത്ത് സർക്കാർ ഹോസ്പിറ്റലിൽ. പക്ഷെ വലിയ മാറ്റമൊന്നുമില്ല. എൻ്റെയും സഞ്ജുവിൻ്റെയും ഒരു ഫ്രണ്ടുണ്ട്, ഒരു ന്യൂറോ സർജൻ. നമുക്കൊന്ന് കാണിച്ചു നോക്കിയാലോ? അത് വേണ്ട അഭിറാം, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ലക്ഷ്മി ഇപ്പോഴും എന്നെ അന്യനായാണ് കാണുന്നത്. അതൊക്കെ പിന്നീട് സംസാരിക്കാം അഭിറാം. എനിക്കിപ്പോൾ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. ഒരു കടയുടെ അവിടെ നിർത്തി എന്തൊക്കെയോ സാധനം വാങ്ങുന്ന അഭിയെ ലക്ഷ്മി നോക്കിയിരുന്നു. 4-5 കവറുമായി വണ്ടിയിൽ കയറി അവനോട് ലക്ഷ്മി ചോദിച്ചു, ഇതൊക്കെ എന്തിനാ അഭിറാം? എനിക്കെൻ്റെ ആമി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിത്യയും. ലക്ഷ്മി എന്തോ പറയാനൊരുങ്ങിയതും വേണ്ട എന്ന് പറഞ്ഞ് അഭി ഡ്രൈവിംഗ് ചെയ്തു. വണ്ടി ചെന്നതും ഫോണിൽ ആരോടോ കാര്യമായി കത്തിവെക്കുന്നത് നിത്യയാണ് കണ്ടത്. അവരെ കണ്ടതും ചേച്ചി എന്ന് വിളിച്ച് ഓടി വന്നു. നീ ബുക്ക് മുന്നിൽ തുറന്നു വെച്ച് മുടിഞ്ഞ ഫോൺ വിളിയാണല്ലോ. അത് ചേച്ചി, ഞാൻ അനന്തൂനെ. നിത്യ എന്ന വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. സാറോ, കയറി വാ. നിത്യ സാധാരണ എല്ലാവരും ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാ എന്ന് വിളിക്കുക. സോറി സർ, അല്ല ചേട്ടാ, കയറി വാ. അമ്മേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. നിത്യയുടെ സൗണ്ട് കേട്ട് ചെറിയമ്മ പുറത്തേക്ക് വന്നു. നിങ്ങളോ? കയറി വാ. ലക്ഷ്മിക്ക് അച്ഛനെ കാണാനായിരുന്നു തിടുക്കം. ഓടിച്ചെന്ന് കട്ടിലിൻ്റെ അടുത്തിരുന്നു. എന്തോ ഒരു സന്തോഷം അച്ഛനുള്ളതായി അവൾക്ക് തോന്നി. അങ്ങോട്ട് കയറി വന്ന അഭിയെ കണ്ടതും അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി അച്ഛനെ നോക്കി. താനുണ്ടായിരുന്ന സമയത്ത് എങ്ങനെ അച്ഛനെ നോക്കിയോ അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും. നീ നോക്കണ്ട, നിന്റെ അച്ഛനെ ഞാൻ നന്നായി തന്നെയാണ് നോക്കുന്നത്. ചായയുമായി വന്ന ചെറിയമ്മയുടെ സംസാരം കേട്ട് ലക്ഷ്മി അങ്ങോട്ട് ചെന്നു. നന്ദി ചെറിയമ്മ, എൻ്റെ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. അയ്യോ മോളെ, അത് നിന്നെയും നിന്റെ അച്ഛനോടുമുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദാ നിൽക്കുന്ന പണം കായ്ക്കുന്ന ആ വൻമരം കണ്ട. പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്ന അഭിയെ നോക്കി അവർ പറഞ്ഞു. അതാണോ കാര്യം? ഞാനെന്നും അഭിറാമിൻ്റെ ഭാര്യയായി ജീവിക്കുമെന്നാണോ ചെറിയമ്മ കരുതുന്നേ? അയ്യോ, ജീവിതകാലം മുഴുവനും ജീവിക്കാനൊന്നും ഞാൻ പറയില്ല. എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിടുന്നവരെ മതി. അത് കഴിഞ്ഞ് നീ ഇവിടെ വന്ന് എന്താന്ന് വെച്ചാൽ കാണിക്ക്. എനിക്കെൻ്റെ മോളുടെ ജീവിതം നോക്കിയാൽ മതി. അത് പറഞ്ഞ് അകത്തോട്ട് പോയി അവരെ കണ്ട് നിത്യ അങ്ങോട്ട് വന്നു. ഉടനെ ഉണ്ടോ ചേച്ചി എൻ്റെ കല്യാണം? നാളെ തന്നെ ഉണ്ട്. പോയി പഠിച്ചോ മര്യാദയ്ക്ക്. ഞാൻ പഠിക്കുന്നുണ്ട്. എന്താ രണ്ടാളും കൂടി? ഈ ചേച്ചി എപ്പോഴും ഫുൾ കലിപ്പാണ് ചേട്ടാ. ഞാൻ വഴക്ക് പറഞ്ഞതാ. കുറ്റം നിനക്കിപ്പോൾ പഠിക്കാനാണോ കെട്ടാനാണോ തിരക്ക്? അത് പിന്നെ ചേച്ചി, കല്യാണം കഴിഞ്ഞ് പഠിക്കാമല്ലോ. അതിലും നല്ലത് പഠിത്തം കഴിഞ്ഞ് കെട്ടുന്നതാണ്. നീ പോയി പഠിക്കാൻ നോക്ക്. ഒന്നും മനസ്സിലായില്ല എങ്കിലും അഭി രണ്ടുപേരെയും മാറി മാറി നോക്കി. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കിതിലും വലുത് എന്തോ വരാനിരുന്നതാണ്. ഇതുപോലെ ഒരു അൺറൊമാൻറ്റിക് മൂരാജി. ഡീ നിന്നെ ഞാൻ. ലക്ഷ്മി, നമുക്കിറങ്ങാം, എനിക്ക് കുറച്ച് പണിയുണ്ട്. അകത്ത് അച്ഛനോട് യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങി. ചേച്ചി. എന്താ? അനന്തൂനെ അച്ഛനെ അറിയുമോ എന്ന് ചേട്ടനോടൊന്ന് ചോദിക്കുമോ? എന്തിന്? അല്ല, ചുമ്മാ ഒന്ന് ചോദിക്കാം. എന്തായാലും ഉടനെ ഒന്നും വേണ്ടല്ലോ. അതുമല്ല, എന്നോ അഭിറാമിൻ്റെ ഭർത്താവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പോയി പഠിക്ക്. ചേച്ചിക്ക് വട്ട. ചേട്ടനെ പോലെ ഒരാളെ കിട്ടി. എന്നിട്ടും ദേഷ്യത്തിൽ നിത്യ അകത്തേക്ക് തിരിച്ചുള്ള യാത്രയിൽ ലക്ഷ്മിയുടെ മനസ്സ് ശാന്തമായിരുന്നു. എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടതും ചെറിയ അച്ഛനെ നന്നായി നോക്കുന്നുണ്ട്. ലക്ഷ്മി, നിത്യയ്ക്ക് ഒരു അഫെയർ ഉണ്ടല്ലേ? അഭിറാമിനെങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അത്ഭുതത്തിൽ അവനെ നോക്കി. അതോ, അത്യാവശ്യം നല്ല കോൺട്രാക്റ്റുള്ള ബിസിനസ്മാനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിലുമെല്ലാം ഉപരി എൻ്റെ സഞ്ജുവിനെ ഒരാളുടെ ഫോട്ടോ കാണിച്ചാൽ മതി, അവരുടെ ജാതകം വരെ അവൻ തപ്പിക്കൊണ്ടുവരും. പക്ഷേ എങ്ങനെ? അതോ, കഴിഞ്ഞ ദിവസം ഞാൻ അവരെ രണ്ടുപേരെയും സിറ്റിയിൽ വെച്ച് കണ്ടു. അപ്പോൾ ചെറുക്കനെ പറ്റി അന്വേഷിച്ചു. എൻ്റെ ആമിയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് തന്നെ. അത് അഭിറാം ചെറുക്കൻ്റെ പേര് അനന്തു എന്നറിയാം, അല്ലാണ്ട് കൂടുതലൊന്നും അറിയില്ല. പയ്യൻ്റെ അച്ഛനെ എനിക്കറിയാം, പേഴ്സണലായി അറിയില്ല, ഒഫീഷ്യലായി അറിയാം. സിറ്റിയിൽ ബ്ലൂ ഡയമണ്ട് എന്നൊരു കമ്പനിയുണ്ട്. അതിൻ്റെ ലീഗൽ അഡ്വൈസർ അദ്ദേഹമാണ്, സഹദേവ് നമ്പ്യാർ. എനിക്കിതൊന്നും അറിയില്ല. ലക്ഷ്മി, ഭർത്താവായി അല്ല നിനക്കങ്ങനെ എന്നെ കാണാൻ പറ്റില്ല എന്നും അറിയാം. നല്ലൊരു ഫ്രണ്ടായി ചോദിക്കുക. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനാവുന്നതും എടുത്തടിച്ച പോലെ അവരെ തല്ലുകയും ചെയ്യുന്നത്? എൻ്റെ കാര്യം തന്നെ അങ്ങനെ ആയിരുന്നില്ലേ? ഞാൻ പറയാൻ വന്നത് മുഴുവൻ കേട്ടില്ല അതിനു മുന്നേ. അഭിറാം, ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് പറ്റില്ല, പ്ലീസ്. അവളുടെ വെപ്രാളവും സങ്കടവും കണ്ട് അവനൊന്നും ചോദിച്ചില്ല. അഭിമുറിയിലേക്ക് വന്നപ്പോൾ എന്തോ ചിന്തിച്ചിരിക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത്. അവൻ അവളെ ഒന്ന് നോക്കി ബാൽക്കണിയിൽ പോയി നിന്നു. അഭിറാം പെട്ടെന്നുള്ള ലക്ഷ്മിയുടെ വിളിയിൽ അവൻ തിരിഞ്ഞു നിന്നു.
എന്താ ലക്ഷ്മി? അഭിറാം, നിങ്ങളെപ്പറ്റി ഞാൻ എങ്ങനെ വിലയിരുത്തിയോ അതിനെല്ലാം വിപരീതമാണ് നിങ്ങൾ. അത് നിങ്ങളുടെ കുഴപ്പമല്ല, എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്. നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. ലക്ഷ്മിക്ക് എന്തും എന്നോട് പറയാം, എന്തും. അഭിറാം, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അവളുടെ ചോദ്യത്തിനായി അഭി അവളെ തന്നെ നോക്കി നിന്നു.